بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا مسدد قال حدثنا يحيى عن شعبة عن قتادة عن أنس رضي الله عنه وعنهم أنه قال: لأحدثنكم حديثا لا يحدثكم أحد بعدي سمعت رسول الله صلى الله عليه وسلم يقول: إن من أشراط الساعة أن يقل العلم ويظهر الجهل ويظهر الزنا وتكثر النساء ويقل الرجال حتى يكون لل50 امرأة القيم الواحد. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റഫുൽ ഇൽമും ളുഹൂറുൽ ജഹലും ഇത് വിശദീകരിക്കുന്ന ബാബിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാബുമായി വ്യക്തമായി യോജിപ്പുള്ള കാര്യമാണ്. പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച ദീൻ ശരീഅത്ത്, അതാണ് ഇൽമ്. അതില്ലെങ്കിൽ പിന്നെ ലോകം അരാജകത്വത്തിലേക്ക് നീങ്ങുകയും അതോടുകൂടെ ലോകാവസാനം പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യാം എന്നതാണ് ഈ ഹദീസിൻ്റെ ചുരുക്കം. ഈ ഹദീസിലുള്ള റാവികൾ 5 പേരാണ്. ഹദ്ദസനാ മുസദ്ദദുൻ ഖാല ഹദ്ദസനാ യഹ്യ അൻ ശുഅബത അൻ ഖതാദത അൻ അനസ് റളിയല്ലാഹു അൻഹു അൻഹും. ഈ 5 പേരെ സംബന്ധിച്ചും വിശദമായി ചെറിയ തോതിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നഹു ഖാൽ, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ലഉഹദ്ദിസന്നകും, തീർച്ചയായും നിങ്ങളോൾക്ക് ഞാൻ ഒരു ഹദീസ് പറഞ്ഞു തരുക തന്നെ ചെയ്യും. അള്ളാഹു തന്നെയാണ് സത്യം. അള്ളാഹിൻ്റെ ജവാബ് കൊടുത്താണ് ലാമകസമിൻ്റെ ലാമാണ്. അപ്പം അള്ളാഹു തന്നെ സത്യം, ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് പറഞ്ഞു തരും. ഹദീസൻ, ഒരു ഹദീസിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എങ്ങനെയുള്ള ഹദീസാണ്? ലാ യുഹദ്ദിസുക്കും, നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരൂല. അഹദുൻ, ഒരാളും ബഅദി, എൻ്റെ ശേഷം ആ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് നേരിട്ട് കേട്ട് ഈ ഹദീസിനെ സമീഅതു റസൂലല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് പറഞ്ഞു തരാൻ എൻ്റെ ശേഷം നിങ്ങൾക്ക് ഒരാളെയും എത്തിക്കൂല. കാരണം ഈ ഹദീസ് നബി തങ്ങളെ വക്കൽ നിന്ന് നേരിട്ട് കേട്ട ആള് ഞാൻ മാത്രമേ ഉള്ളൂ. മഹാന്മാർ ഹദീസിന് അർത്ഥം വെച്ചത്, എൻ്റെ ശേഷം നിങ്ങളോട് ഈ ഹദീസ് ഒരാളും പറഞ്ഞുതരൂല എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ തൊക്കൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന ഒരു സഹാബിയുമില്ല. അതിൻ്റെ അർത്ഥം അനസ് റളിയല്ലാഹു അൻഹു ബസറയിൽ വെച്ച് അവസാനം വഫാത്തായവരാണ്. അവർ വഫാത്തായതിന് ശേഷം ലോകത്ത് ധാരാളം ഹദീസുകൾ കേട്ട മഹാന്മാരായ സ്വഹാബത്തുകൾ കൂടുതൽ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു മാത്രമാണ് നബി തങ്ങളെ വക്കൽ നിന്ന് നേരിട്ട് കേട്ടതായി ജീവിച്ചിരിപ്പുള്ളത്. അവസാനകാലമാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഇനി ഈ ഹദീസ് സമീഅതു റസൂലല്ലാഹി എന്ന് പറഞ്ഞു തരാൻ എൻ്റെ ശേഷം ഒരാളുണ്ടാവില്ല. കാരണം എനിക്കേ അത് കേട്ട്, ഞാനേ അത് കേട്ട ആളായിട്ട് ഇനി ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ. എന്താണ് ഹദീസ്? സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു. യഖൂലു, റസൂലുള്ളാഹി പറയുന്നതായിട്ട്: ഇന്ന മിൻ അശ്റാത്തിസ്സാഅ, തീർച്ചയായും ഖിയാമത്ത് നാളിൻ്റെ ധാരാളം അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ട അതിൽപ്പെട്ടതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യഖില്ലൽ ഇൽമു വയൽഹറൽ ജഹ്ലു, ഇൽമ് കുറയലും ജഹ്ല് കൂടലും. തുലാസിൻ്റെ 2 തട്ടിൻ്റെ മാതിരിയാണത്. ഒന്ന് കൂടുതൽ താഴ്ന്നാൽ മറ്റേ ഭാഗം പൊന്തും.
ഒരു ഭാഗം താന്നാൽ മറ്റേ ഭാഗം പൊന്തും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ഇൽമ് കുറയലും ജഹിലോ അജ്ഞത വ്യക്തമാവലും. അജ്ഞത കൊണ്ട് പരക്കും, ആ അജ്ഞത വെളിവാകും. എല്ലാവർക്കും ആ അജ്ഞത ലോകത്ത് ലാഹിറായി അജ്ഞത ആയിരിക്കും. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതായിരിക്കും പിന്നെ കേട്ടിട്ട് പഠിക്കണത്. എന്നിട്ട് ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് പിന്നീട് ബോധം വരും, അത് അജ്ഞതയാണല്ലോ, അപ്പം വേറെ ആൾ കൊണ്ട് തിരുത്തും, പിന്നെ അതിലും വലിയ അജ്ഞത കൊണ്ടുവരും. അങ്ങനെ ലോകത്ത് ഇൽമ് കുറഞ്ഞ് വരും. അതിനനുസരിച്ച് ജഹിൽ കൂടി അജ്ഞത കൂടി വരും. എന്നാൽ ഈ അക്കാലത്ത് അജ്ഞത അറിവാണെന്ന് മനസ്സിലാക്കുന്നവരുണ്ടാവും, അജ്ഞതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ടാകും, അജ്ഞത സത്യമാണെന്ന് മനസ്സിലാക്കുന്ന പൊട്ടന്മാരുണ്ടാകും. പക്ഷെ അവരോടത് അജ്ഞതയാണ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മാനക്കടവേ. ഇന്നത്തെ കാലം അങ്ങനല്ലേ. എന്താ പറയാ, ഇൽമുള്ള ആളുകൾ പോലും അജ്ഞതക്കൊപ്പിച്ച് ദീനിന്റെ കാര്യങ്ങൾ വരെ മാറ്റി തിരുത്തപ്പെടും. ദീനിന്റെ കാര്യം മാറ്റിയിരുത്ത ദീനാണ്ടില്ലാതെയാകും. സ്വഹാബത്തിനാണ് തള്ളിപ്പറയും, താബീങ്ങളാണ് തള്ളിപ്പറയും, വലിയ മുഹദ്ദിസീങ്ങളെ തള്ളിപ്പറയും, വലിയ ചിന്തകരായ അയിമ്മത്തിനെ തള്ളിപ്പറയും. അത് തള്ളിപ്പറയുമ്പോൾ അവർ പറഞ്ഞൊന്നും ഇൽമല്ല. പിന്നെ ഏതാണ് ഇന്നത്തെ ഈ കോണംകെട്ടികൾക്ക് വേണ്ടിയിട്ട്, ഓലംകെട്ടികൾക്ക് വേണ്ടിയിട്ട് ദീനാണ്ട് പറയും, ആശയാണ്ട് പറയും. കൊണ്ട് അതാണ്ടാണ് സ്ഥിരപ്പെടുത്തും. നേരത്തെ നേരത്തെ തൊട്ട് മുമ്പത്തെ ഹദീസിൽ പറഞ്ഞത് വയസ്ബുത്തൽ ജഹ്ലു എന്നാണ്. ജഹ്ലാണ് സ്ഥിരപ്പെടുത്തപ്പെടും. അതന്നെയാണ് യദ്ഹറൽ ജഹ്ലു. ജഹ്ല് ലാഹിറായിട്ട് ഇൽമ ഏതാവരോ അത് ഇൽമ കൊണ്ട് പറയൽ മാനക്കേടായി തോന്നും. അത് ആ സത്യം വിളിച്ച് പറഞ്ഞാലും വിളിച്ച് പറഞ്ഞോ കുറ്റക്കാരനാകും, മോശക്കാരനാകും. അങ്ങനെയുള്ള അവസ്ഥ വരിക. സിന ലാഹിറാവലും ഖിയാമത്ത് അടയാളത്തിൽപ്പെട്ടതാണ്. സ്ത്രീകൾ കൂടലും, വയക്കില്ലരിജാലോ പുരുഷന്മാർ കുറയലും. പുരുഷന്മാർ കുറവായി സ്ത്രീകൾ കൂടി വരും. അത് മഹാന്മാർ പറയുന്നത് അത് യഥാർത്ഥത്തിലുള്ള കുറച്ചിലും തന്നെയാണ്. ആണുങ്ങളെക്കാൾ സ്ത്രീകൾ കൂടുതലായി വരും. അതാ ഇമാം റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഹത്താ യകൂന ലിൽ 50 ഇംറാഅത്തൻ, 50 പെണ്ണുങ്ങൾക്കുണ്ടാകുന്നതുവരേക്കും അൽ ഖയ്യിമുൽ വാഹിദു, ഒരു നിയന്ത്രിക്കുന്ന ആള്. 50 പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ ഒരൊറ്റ ആണായിട്ട് വരും. പല വ്യാപകമായി കിടക്കുന്ന അർത്ഥമുണ്ട്. എന്നാൽ ഫത്ഹുൽ ബാരി വിഷയത്തിൽ വെക്കുന്നത് അവസാനക്കാർ പലതും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പുരുഷന്മാർ കുറയുന്നത്, എന്താണ് സ്ത്രീകൾ കൂടുന്നത് എന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതെന്താ, അവസാനകാലം യുദ്ധം കൂടുമ്പം ആണുങ്ങളായിരിക്കും കൂടുതൽ പട്ടാളക്കാരുണ്ടാകുക. അപ്പം ആണുങ്ങൾ ഇങ്ങനെ മരണപ്പെട്ടു പോകും. അപ്പം അതിനനുസരിച്ച് പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, പെണ്ണുങ്ങൾ കൂടി വരും. അങ്ങനെയൊക്കെ പല കോലത്തിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു അവിടെ ഇമാം ഫത്ഹുൽ ബാരി ആ വിഷയം പറഞ്ഞെന്താ, വളരെ ലാഹിറായ അർത്ഥ, വല്ലാഹിറു അന്നഹാ അലാമത്തുൻ മഹ്ലത്തുൻ ലാ ലിസബിൻ ആഖറ. ആണും പെണ്ണും കൊള്ള നോക്കുമ്പോൾ ആണുങ്ങൾ കുറയലും പെണ്ണുങ്ങൾ കൂടി വരലും എന്ന് പറയുന്നത് അത് സ്വന്തം ഒരു അടയാളം തന്നെയാണ്. അവസാന കാലത്ത് ജനനത്തിൽ ജനിക്കുന്ന കുട്ടികൾ ആണുങ്ങൾ കുറവ്, സ്ത്രീകൾ കൂടുതൽ. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു ശാസ്ത്രം പറയുന്ന ഒരാൾ പറയുന്നത് കേട്ടു, അടുത്ത ജനറേഷനിൽ, ഇപ്പം നാം നിൽക്കുന്ന ജനറേഷനിൽ ആണും പെണ്ണും കൊള്ള നോക്കുമ്പം നേരിയ വർധനവ്, ഏകദേശം 1% വർധനവ് ആണുങ്ങൾക്കാണ്, സ്ത്രീകൾ കുറവാണ്. ഇപ്പോഴത്തെ നാം നിൽക്കുന്ന ഈ യുഗത്തിൽ, ഈ ജനറേഷനിൽ. എന്നാൽ ഇനി വരാനിരിക്കുന്ന ജനറേഷൻ ഏകദേശം ഇപ്പോൾ തുടങ്ങിയെന്നാണ് പറയുന്നത്. എന്താ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കണക്കെടുപ്പിൽ ജനിക്കപ്പെടുന്ന കുട്ടികൾ കൂടുതലും സ്ത്രീകളാണ്. കാരണം സ്ത്രീയാണോ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ
ഉള്ളത് സ്ത്രീകളുടെ അണ്ടത്തിൽ കൂടെ അല്ല, സ്ത്രീകളുടെ എല്ലാം ആണാവാനും പെണ്ണാവാനും പറ്റുന്നവർക്കുള്ള എക്സ് ക്രോമസോണുകളാണുള്ളത്. നേരെ മറിച്ച് എക്സ് ക്രോമസോണുകൾ XXY ക്രോമസോണുകളും രണ്ടുമായി വേർതിരിയുന്നത് പുരുഷന്മാരുടെ ബീജത്തിൽ കൂടെയാണ്. എന്നാൽ അടുത്ത ഭാവിയിൽ ഇപ്പോഴുള്ള ഇനി വരാനിരിക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ഭാവിയിൽ നാളെ മുതൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് ആൺകുട്ടികൾ ഉണ്ടാവാനുള്ള XXY ക്രോമസോണുകളേക്കാൾ കൂടുതൽ പുരുഷന്മാരിൽ നിന്ന് ഉണ്ടാകുന്നത് എക്സ് ക്രോമസോണുകളാണ്. അതുകൊണ്ട് പെൺകുട്ടികളായിരിക്കും കൂടുതലായി ഉണ്ടാകുന്നത് എന്നൊരു പഠനമുണ്ട് എന്ന് കേട്ടു. എന്തായാലും അങ്ങനെ ഇമാം ഫത്തുൽ ബാരി പറയുന്നത് അതാ, ആണുങ്ങളും പെണ്ണുങ്ങളും സാധാരണമായി ഒരു വരി തന്നെ ആണും പെണ്ണും ഒരേമാതിരി ഉണ്ടാകും. എന്നിട്ട് ആണുങ്ങൾ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യും. പെണ്ണുങ്ങളാകുമ്പോൾ ജനിച്ചൊന്നും മരിച്ചില്ല, അതൊക്കെ തോന്നുണ്ടാകും. അതൊരു കാരണമാവാം. ആണും പെണ്ണുകളെ നോക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ രോഗങ്ങളും കൂടുതൽ മരിക്കാനും സാധ്യത കൂടുതലുള്ള ആൺകുട്ടിയേക്കാളും പെൺകുട്ടികളെക്കാളും. ശിശുമരണങ്ങളുടെ നോക്കുമ്പോൾ ആണിനേക്കാളും പെണ്ണിനേക്കാളും കൂടുതൽ മരിക്കുന്നത് ആൺകുട്ടികളാണ്, വേറെ കാര്യം. പക്ഷെ അതല്ല ഇത്. ആണ് കൂടാനും ആണ് കുറയാനും സ്ത്രീ കൂടുതലാവാനുമുള്ള കാരണം ജനനം തന്നെ അങ്ങനെയായി വരും. അന്ത്യകാലം വരുമ്പോൾ അങ്ങനെ ആണുങ്ങൾ കുറയും, സ്ത്രീകൾ കൂടും. എന്നിട്ട് ഒരു പെണ്ണിനെ നിയന്ത്രിക്കാൻ 50 പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ ഒരാണേ ഉണ്ടാവുള്ളൂ. ആ വാക്ക് വല്ലാത്ത വാക്കാണ്. ഒരു സ്ത്രീ 50 സ്ത്രീകളെ നിയന്ത്രിക്കാൻ ഒരൊറ്റ ആണേ ഉണ്ടാവുള്ളൂ. ഇന്ന് ചില ആളുകൾ അമീറാകുക, കയ്യമാകുക, സ്ത്രീകളെ നിയന്ത്രിക്കുന്ന ആളുകളെ അതൊക്കെ പറയുമ്പോൾ തോന്നുന്നു ഉംറക്കെല്ലാം കൊണ്ടുപോകുന്ന ആളുകൾ. എന്താ ഉംറക്ക് കൊണ്ടുപോകുമ്പോൾ ആണുങ്ങൾ 1-2 ആണുങ്ങൾ, മെഹറമില്ലാത്ത കുറേ പെണ്ണുങ്ങൾക്ക് 1-2 ഒരു അമീറും പിന്നെ അതിൽപ്പെട്ട 1-2 ആണുങ്ങളും ഉണ്ടാവും. 50 ആളുകൾ ഉംറക്ക് പോവുകയാണെങ്കിൽ 50 ആക്കും കൂടി അതിൽ 45-48 പെണ്ണുങ്ങൾ ഒരമീർ പിന്നെ ഏതോ പുറത്തുനിന്നുള്ള 1-2 ആളും. ഇത് കണ്ടാലും തോന്നിപ്പോകും ഈ പറഞ്ഞ ഖിയാമത്ത് അടയാളാണോ ഇത്? ഉംറക്ക് കൊണ്ടുപോകണമെങ്കിലും ഹജ്ജിന് പോകണമെങ്കിലും പെണ്ണിനിക്ക് യാത്ര ചെയ്യണമെങ്കിലും മെഹ്റം പ്രകാരം മെഹ്റം തന്നെ വേണം. അത് സൗദി ഗവൺമെൻറ് അനുവദിച്ചത് കൊണ്ടോ ഇന്ത്യൻ ഗവൺമെൻറ് പെണ്ണുങ്ങൾക്ക് സ്വന്തം യാത്ര ചെയ്യാൻ പറഞ്ഞത് കൊണ്ടോ ആ ഹുക്കുമോടെ പോകുന്നില്ല. അതൊക്കെ ഈ പറഞ്ഞ എൽഹറൽ ജഹ്ലു പറഞ്ഞല്ലോ, ജഹ്ല് ലാഹിറാകുന്ന ഭാഗമാണ്. പെണ്ണുങ്ങൾ സ്വന്തം ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക, ടൂറ് പോവുക, എല്ലായിടത്തും പോവുക, എല്ലാത്തിനും അവർ മതി. ഒരു വിമാനം നിറച്ച് പെണ്ണുങ്ങൾ മാത്രം, ഒറ്റ ആണുമില്ല. ഒരു ബിൽഡിങ് പെണ്ണുങ്ങൾ മാത്രം, ആണുങ്ങളില്ല. ഇങ്ങനെ സ്ത്രീകൾ മാത്രം യാത്ര പോകുന്ന അവസ്ഥ. ചിലപ്പോൾ ഒരാളുണ്ടാവും നിയന്ത്രിക്കാൻ, ഗ്രൂപ്പായി പോകുമ്പോൾ. ഗവൺമെൻറ് ഹജ്ജിന് പോകും, പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ട് കോട്ടന്, സ്വന്തം വിമാനം, സ്വന്തം ബിൽഡിങ്, എല്ലാം സ്വന്തം. അന്നും ഇസ്ലാം അംഗീകരിച്ചൊക്കെ എൽഹറൽ ജഹ്ലു എന്ന് പറഞ്ഞു വിട്ടാൽ ദീനിൻ്റെ നിയമങ്ങൾ, സ്ഥിരപ്പെട്ട നിയമങ്ങൾ ലംഘിക്കുക. എന്നിട്ട് പെണ്ണുങ്ങൾ മാത്രം പോകുന്നത് മോശമാണെന്ന് പറഞ്ഞാൽ ഓൻ കുടുങ്ങി, ഓൻ ഒന്നിനും പറ്റാ സ്ത്രീ വിരുദ്ധനായി. എന്നിട്ട് കൊടും ചൂടത്ത് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുക, ശരിക്കും ഡ്രസ്സ് അണിയാതെ അങ്ങാടി കൂടെ നടക്കുക, ഹറമിൽ പോയിട്ട് ഹിജാബ് തീരെ ധരിക്കാതെ ആണുങ്ങളെ തിരക്കി 5 വക്ത് നിസ്കാരത്തിൽ എവിടെ ചെന്നാലും പെണ്ണുങ്ങൾ. നാട്ടിലത്തെ മാതിരി തന്നെയല്ലേ സ്ത്രീകൾക്ക് ഹറമ് ചെന്നാലും മക്കത്ത് ചെന്നാലും അതിന് ചെന്നാലും ഒക്കെ പള്ളിയിൽ പോലും പെണ്ണുങ്ങൾക്ക് സുന്നത്തില്ലാത്ത കാര്യമല്ലേ? അവർക്ക് വീട് തന്നെയാണല്ലോ അഫ്ളല്. പക്ഷെ ആ നിയമമെല്ലാം ലംഘിച്ച് നാട്ടിൽ നിന്ന് ഒരു ദിവസം പോലും പള്ളിയിൽ പോകാത്തവർ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ജുമുഅക്ക് വേണ്ടി അതിനു വേണ്ടി പോവാത്തവർ, യാത്രയിൽ പോകുമ്പോൾ നിസ്കരിച്ചോല്ല എന്നുള്ളതല്ല, അതിന് വേണ്ടി വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഒരുങ്ങി പള്ളിയിൽ പോകാത്ത സ്ത്രീകൾ 2 ഹറമ് ചെന്നാൽ കാട്ടിക്കൂട്ടിനെ കണ്ടുവെക്കണം. അവർ ഹിറാമിൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഹിറാമിൻ്റെ ഡ്രസ്സ് എന്താ? നിസ്കാരക്കുപ്പായം, വെള്ള ഡ്രസ്സ്, അത് അണിയെന്നല്ല. പിന്നെ പുതുക്കത്തിന് പോകുന്നമാര്, കല്യാണത്തിന് പോകുന്നമാര്, ടൂർ പോകുന്നമാര് അവിടെയാണ് അണിയും. അതോടുകൂടി ഏത് ആണുങ്ങളെയും അവർ തിരക്കും. നമ്മളെ നാട്ടുമ്പുറത്തടക്കം പർദ്ദ അണിഞ്ഞിട്ടുണ്ടാവും പേരിന്, കയ്യിൽ സോക്സ് ഇട്ട്, മറ്റേ കൈയൊക്കെ ഉറട്ടിട്ടുണ്ടാവും.
കാൽമ സോക്സ് ഉണ്ടാകും, കണ്ണ് മാത്രം പുറത്ത് കാട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളെ കണ്ടാൽ ഒരു ബസ്സിലിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ഒന്നും ഇരിക്കാനും മടിക്കൂല, ഒരു ലിഫ്റ്റിൽ കയറുകയാണെങ്കിൽ സോഫ മുതക്കാനും മടിക്കൂല. ഇങ്ങനെ പെണ്ണുങ്ങളുടെ അയഞ്ഞാട്ടം കൂടുക, ആണുങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക. അപ്പോൾ ഇമാമിങ്ങൾ പറയുന്ന സ്ത്രീകൾ കൂടുക എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ തന്നെ കൂടുക. മാത്രവുമല്ല അവരുടെ പുറത്തിറങ്ങലും കൂടുക എന്നർത്ഥം വെക്കാം. നിയന്ത്രിക്കാൻ ആളില്ലാതെ, അവർക്ക് നിയന്ത്രിക്കാൻ ആളില്ലാതെ അവർ പുറത്തേക്ക് ഇറങ്ങി അവർ ആൾക്കാരാകുക. അതിന് കണക്കായിട്ട് നമ്മളെ സമൂഹവും അങ്ങനെ മാറി. ഏത് സദസ്സുണ്ടാകും പെണ്ണുങ്ങൾക്ക് പ്രത്യേക സൗകര്യം. എന്ത് സൗകര്യം ഉണ്ടാകുക? ഒരു ചെറിയൊരു മരട്ടുകാട് കാല് കസാരട്ട് കൊടുത്തിട്ടുണ്ടാവും. സ്റ്റേജിലുള്ളവർക്ക് മുഴുവനും പെണ്ണുങ്ങളെ കാണാം, ഒരു പോകുമ്പോഴും കാണാം, ഒരു വരുമ്പോഴും കാണാം, എപ്പോഴും കാണാം. ആണും പെണ്ണും കൂടിക്കാലല്ല. എന്നിട്ട് അതാണ് ഇസ്ലാം, അതാണ് സുന്നത്ത് ജമാഅത്ത് പറയും ചെയ്യുക. ആ ഒരു ചെറിയൊരു മറ, ആണിൻ്റെയും പെണ്ണിൻ്റെ അടി ചെറിയൊരു മറ. ഇപ്പോൾ എത്തി നോക്കിയാൽ കാണും, വരുന്നതും കാണും, പോകണവും കാണും, ഇരിക്കണതും കാണും. ഈ ഒരു അവസ്ഥ മാറാതിരുന്നാൽ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പെട്ടെന്ന് ഖിയാമത്ത് നാളിൻ്റെ അടയാളം ബുഹൂറുൽ ജഹ്ല് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും.